പണ്ഡിത വിഹായത്തിലെ പ്രോജ്വല താരവും സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകനായ പടനായകനും 4 പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഖ്യ കാര്യദർശിയുമായിരുന്ന ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു അവറുകളുടെ പ്രൗഢോജ്വലവും അർത്ഥഗംഭീരവുമായ പ്രഭാഷണം 1996 മാർച്ച് 31 കോഴിക്കോട് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗറിൽ നടന്ന സമസ്ത 70ാം വാർഷിക മഹാസമ്മേളനത്തിലെ തന്റെ വിടവാങ്ങൽ പ്രസംഗം. ഈ കാസറ്റ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് പ്രസിദ്ധീകരണ വിഭാഗം അൽഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ, ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി, ചെമ്മാട്, മലപ്പുറം ജില്ല. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. വളരെയധികം സംസാരിക്കാൻ സാധ്യമല്ല എനിക്ക്. നല്ല സുഖ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് വിരമിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സംസാരിക്കാൻ പലരും ഉണ്ട്, അവർ സംസാരിക്കുകയും ചെയ്യും. ബഹുമാനികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ യഥാർത്ഥ നിലപാട് എന്താണ് എന്ന് ഈ സന്ദർഭത്തിൽ വിശദീകരിക്കൽ ആവശ്യമാണല്ലോ. ഇവിടെ 1921 ബ്രിട്ടീഷുകാർക്കെതിരായി, ബ്രിട്ടീഷ് ഭരണാധികാരിമാർക്കെതിരായി കേരളത്തിലുള്ള മുസ്ലിംകൾ സംഘടിതമായ രൂപത്തിൽ ഒരു വിപ്ലവം ആരംഭിച്ചു. ആ വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്ക് ആദ്യഘട്ടത്തിലുള്ള പരാജയം സിദ്ധിക്കുകയും വേവലാതിപ്പെടുകയും ചെയ്തു. പിന്നീട് അവരുടെ സൂത്രം ഉപയോഗിച്ചുകൊണ്ട് അതൊരു വർഗീയ കലാപമാക്കി അവരെ സാധാരണ പരിപാടിയാണ്. ആ കാലഘട്ടത്തിൽ ആ കാര്യം അവസാനിപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അതിൽ പങ്കെടുത്ത് എന്ന് സംശയിക്കുന്ന ആളുകളെ പിടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാൻ ഒരുമ്പെട്ടു. അങ്ങനെ ഒരുമ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് ചിലരെ തിരുവിതാംകൂർ പ്രദേശത്തേക്ക് കടന്നു. കാരണം അങ്ങ് തിരുവിതാംകൂർ പ്രദേശം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ അല്ലല്ലോ. അവിടെ ചെന്നുകൊണ്ട് ചില പുത്തൻ ആശയങ്ങൾ പക്ഷമാക്കി. വക്കം അബ്ദുൽ കലാം മൗലവി എന്നൊരാളുണ്ടായിരുന്നവർ അയാളുടെ സമീപത്ത് ചെന്നുകൊണ്ട് ചില പുത്തൻ ആശയങ്ങൾ കരസ്ഥമാക്കി. തിരിച്ച് രണ്ടാമത് കാര്യങ്ങൾ അടങ്ങിയപ്പോൾ അവർ രണ്ടാമതും കേരളത്തിൽ ഇങ്ങോട്ട് തന്നെ വന്നു. മലബാറിലേക്ക് വന്നപ്പോൾ ആ പുതിയ ആശയങ്ങൾ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കണം എന്നായിരുന്നു അവർ ഉള്ളത് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. അവരിവിടെ വന്ന് ഐക്യസംഘം എന്നൊരു സംഘം രൂപീകരിച്ചു. അതിൽ ഈ രാജ്യത്തിലുള്ള പലരെയും അത് അംഗങ്ങളാക്കി. ചിലരെ അപ്പോൾ തന്നെ അതിൽ വൈമനസ്യം കാണിച്ചിരുന്നു, അംഗങ്ങളാവാൻ സന്നദ്ധത കാണിച്ചില്ല. അങ്ങനെ എനിക്ക് ഇടയിൽ കേരള എന്നത് അവർ രൂപീകരിച്ചു. അതിനെ ഒരു ബൈരോ തയ്യാർ ചെയ്തു, നിയമാവലി തയ്യാർ ചെയ്തു. അങ്ങനെ പ്രത്യേകം നിയമാവലി തയ്യാർ ചെയ്ത് കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു സംഘടന രൂപീകരിച്ചു, വൈദ്യുതി തയ്യാർ ചെയ്തു. ഈ കാര്യം വളരെ ഗൗരവത്തോടുകൂടി ഗൗരവമാണെന്ന് മനസ്സിലാക്കി സുന്നത്യമായതിന്റെ ഈ രാജ്യത്തിലുള്ള പ്രധാനികൾ, ആ പ്രധാനികൾ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറിയും കൊണ്ട് അവർ കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതിന്റെ മുമ്പിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു പദവി കൂടി ചേർത്തി അവരുടെ
അതാണ് സമസ്ത കേരളത്തിലുള്ളത്. സമസ്ത ഇന്ത്യയിൽ വന്നതും അതിൽ ആ കാലത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ തന്നെ പങ്കെടുത്തു. അന്ന് ആ പ്രതീക്ഷപ്പോൾ തന്നെ ഈ കേരള എംഎയുടെ അംഗങ്ങൾ പിന്നീട് അന്ന് സംശയിച്ച് അതേ രൂപത്തിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ പിന്നീടുന്നത്. പഴയ കാലത്ത് ഇവിടെ കേരളത്തിൽ നടത്തിലുള്ള മുസ്ലിം സമുദായത്തിൽ നടത്തിലുള്ള കാര്യങ്ങൾ ഒന്നിനൊന്നായി അവർ വിമർശിച്ചു. അവർ തുടങ്ങിവെച്ച് പ്രവർത്തിയതാണ്. ആദ്യം തന്നെ പട്ടിഭോഗനെ ആക്ഷേപിച്ചു. എന്തായത് ദാർഹോല എന്നായി ആളില്ലാത്ത ഒരു എഴുത്തി ദാർഹോല. ആ നിരക്ക് മഹ്സൂസ് മൗലൂദി, മുഹീദ്ദീൻ മാല, മുഹീദ്ദീൻ മൗലൂദി, റാഫീദി, സിയാറത്തി മഖാമുകളിൽ നടത്തുന്ന അർത്ഥങ്ങളിൽ അറിയിച്ചു നോക്കും. ആ തരം മുഴുവൻ കാര്യങ്ങളെ സമസ്തം അവർക്ക് ആക്ഷേപമായി. ആക്ഷേപം എന്ന് മാത്രം അല്ല, അത് ശേഷമാണെന്ന പ്രഖ്യാപനമുണ്ട്. നോക്കൂ, വെറും ആക്ഷേപം മാത്രമല്ല, അത് ശേഷ മഖാമുകളിൽ പോയി മഹാന്മാരായ ഔലിയാക്കൾ ആയിരിക്കുന്ന മഖാമിൽ പോയി അവിടെ കത്തിക്കുന്ന വിളക്കിൽ ആ വിളക്കിലെ എണ്ണ ഒന്ന് തൊട്ടുപോയാൽ അത് ചെറുക്കാൻ, ആ കൊടിയെടുത്ത് ഒന്ന് ചുമച്ചു പോയാൽ അത് ചെറുക്കാൻ. അങ്ങനെ ഈ കഥാത്ത ഒരു കാര്യം കൂടി മുഴുവൻ ചെറുക്കും. നോക്കൂ, ഏതാണ്ട് കേരളങ്ങൾക്കും പരിചയമുണ്ടാവും. അങ്ങനെ പിന്നീട് ആ ചുക്ക് അത് എവിടെയെത്തി എന്നാൽ ആ നിലക്ക് പോയി കൊണ്ട് മഹാന്മാരായ ഭക്തിയാക്കൾ കാര്യങ്ങൾ അവരെല്ലാം നേരത്തെ ഇതൊക്കെ കടുത്ത യാഥാർത്ഥ്യങ്ങളും പരമാർത്ഥങ്ങളുമാണ്. മഹാന്മാരായ ഭക്തിയാക്കൾ കാര്യങ്ങൾ വിചാരിച്ചത് അതുപോലത്തെ മഹാത്മാ, ആ മഹാത്മാരുടെ മുഴുവൻ തന്നെ ശരീരത്തെ അവരെ ആക്ഷേപമായി. അവരുടെ ഈ സമുദായത്തെ നശിപ്പിച്ചതാണ് എന്ന് പ്രഖ്യാപനമായി. അവരാണ് ഈ സമുദായത്തെ നശിപ്പിച്ചത് എന്നായി അയക്കാവും. അതിന്റെ എല്ലാം പുറമെ അവിടെ നിന്ന് ഒന്നുകൂടി മുന്നോട്ട് പോയി മദാഹിബിന്റെ മഹാത്മാരായി മാറുന്നത് അവരെ വരയേൽക്കാൻ മതം എന്തിനാണ് ഈ മതം, എന്താണ് ഇതിന്റെ ആവശ്യം? അങ്ങനെ ഇസ്ലാം ദീനിന്റെ നാലായിട്ട് ബാധിച്ചത് 4 മതവും ഇസ്ലാം ദീനിന്റെ 4ആയിട്ട് ബാധിച്ചതാലാണ് ഒറ്റ ദീനല്ലേ. നോക്കൂ, ആരോഗ്യം നോക്കൂ. ആ നിലയ്ക്ക് പോയി അവസാനം ഏതുവരെ എത്തിയെന്നാൽ ഈ അടുത്ത കാലം വരെ നാം ചിന്തിച്ചു നോക്കിയാൽ ആ വിഭാഗത്തിന്റെ ന്യായവാദത്തിൽ ഏതുവരെ എത്തിയെന്നാൽ ബഹുമാനപ്പെട്ട അത്തരത്തിലുള്ളവർക്ക് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ എന്നതിൽ കൂടുതലൊന്നും ഉദാഹരണമായിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയാക്കാൻ കഴിയും, വെറും ഒരു സാധാരണ മനുഷ്യൻ, അതിൽ കൂടുതൽ ഒന്നുമില്ല എന്നായി പ്രഖ്യാപനം. ഒരു മനുഷ്യൻ എന്നല്ലാതെ മറ്റെന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ മറ്റുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ ഒരു സന്ദേശം, ഒരു കത്ത് കൊടുക്കാതിരിക്കൊണ്ട് തപ്പാലത്തി വായിയാണ് എന്നത് കൂടുതൽ എന്താണുള്ളത് എന്നായിരുന്നു. നോക്കൂ, ആ തത്വവിശ്വാസിയിൽ ഞാൻ തന്നെ ആ ഉത്തരാം നെറ്റിലുള്ള ഒരു അവർക്ക് ജാതി, ആ ജാതി എഴുതി എന്ന് പറയുന്നുണ്ട്. പകർന്നേക്കൻ ഒന്ന് ആലോചിച്ചു. ഈ നിലത്തിൽ അങ്ങേ അറ്റം അഭിഗമിച്ചുകൊണ്ടുള്ള മതങ്ങൾ
പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയും അസ്ഥിവാരവും തന്നെ ഒഴുക്കി നീക്കാൻ പര്യാപ്തമായ കാര്യം ആ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആ കക്ഷിയിൽ നിന്ന് വന്നത്. ഇത് നമുക്കറിയാൻ കഴിയും. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ആ പഠിക്കുകയും അവരുടെ പ്രസംഗങ്ങൾ ആ പഠിക്കുകയും അതെല്ലാം ഉള്ളതിന്റെ പുറമെല്ലാം ഉള്ളതിന്റെ പുറമെ 5 വക്ത് നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ദ്വാരക്കാൻ പാടില്ല. ദ്വാരക്കാനെ പാടില്ല. വെളിയിൽ പോയിക്കൊള്ളു. വെള്ളിയാഴ്ച മഹത്തായ വെള്ളിയാഴ്ച ആ ജുമ മിൻവറകൾ കയറിയും കൊണ്ട് പ്രസംഗിക്കാം. ഗവൺമെന്റ് ചിന്തിച്ച് നോക്കും, ആലോചിച്ച് നോക്കും. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ മനസ്സിലാവുന്നെങ്കിൽ അവരുടെ ബാക്കിയെ സംസാരിക്കണം. ന്യായം ഈ നിലയ്ക്ക് സർവ്വസാധ്യതയും കാണിച്ചുകൊണ്ട് എത്ര ഇസ്ലാമിന്റെ നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങൾ ആശ്രയിച്ചുകൊണ്ടാണ് ആ കക്ഷിയുടെ പുറപ്പാട് വന്നത്. ഇതൊക്കെ കരുത്ത് യാഥാർത്ഥ്യമാണ്. ചിന്തിച്ച് നോക്കൂ. കരുത്ത യാഥാർത്ഥ്യമല്ല ഈ രീതിയിൽ ചിന്തിച്ച് നോക്കും. എന്താ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് പോയാലെന്താ എന്താ പോകാൻ വെച്ചത്? സ്ത്രീകളെ എന്താ ഈ സ്ത്രീകൾക്ക് ഹസീദായാലും ഇമാമായാലും എന്താ അവർ ഉപയോഗിക്കുക? പുരുഷന്മാർക്ക് തന്നെ ഒഴിക്കുള്ളൂ. അങ്ങനെ എന്താ ആലോചിച്ച് നോക്കും. എവിടെ എത്തിയിരിക്കുന്ന അങ്ങനെ ചിന്തിച്ചോക്കാം. ഈ നിലയ്ക്ക് എല്ലാം മതഹബ്. എന്ത് മതഹബ്? എന്ത് കിതാബ്? എന്ത് മതഹബ്? ഖുർആനും അല്ലാതെ നമുക്ക് ബാക്കിയുള്ള എന്താണുള്ളത്? അതുപോലെ ഈ നിലയ്ക്ക് പരിശുദ്ധ ഇസ്ലാമിലെ ആദ്യം മുതൽ അവസാനിച്ചത് അതിന്റെ അടിസ്ഥാന തത്വം. ആ തത്വങ്ങള ധിക്കരിച്ചുകൊണ്ടാണ് ആ കക്ഷിയുടെ പുറപ്പാടുണ്ടായത് എന്നുള്ള കാര്യം. ആ കാര്യം നമുക്ക് ഇന്ന് ഓർമ്മിക്കാനേ കഴിയും. അതിനോടെല്ലാം തന്നെ ബജറ്റുകൊണ്ട് ആ കാര്യങ്ങളോട് മുഴുവൻ തന്നെ ബജറ്റുകൊണ്ട് ഈ രാജ്യത്തിലുള്ള പണ്ഡിതന്മാർ സമസ്തകാല വിഷയത്തിലുള്ള അതിനോടെല്ലാം തന്നെ മണ്ഡിച്ചുകൊണ്ട് അതിനെ ഒരു ദൂരരാഷ്ട്രീയ യഥാർത്ഥത്തിൽ ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്? ആലോചിച്ച് നോക്കൂ. ഇവിടെ സംഭവിച്ചത് എന്തായിരുന്നു? എന്തായിരുന്നു ഇവിടെ സംഭവിക്കരുത്? ചിന്തിച്ചോക്കൂ. ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീൻ, ആ ദീനിന്റെ യഥാർത്ഥത്തിലുള്ള അഭിമാനവും അടിത്തറയും ധിക്കിരി. അല്ലാത്ത അഭിമാനവും അടിത്തറയും എന്നാൽ പരിശുദ്ധ ദീനിന്റെ അഭാവ എന്തിനാണ് ഒരു ലക്ഷത്തിൽ തരം മഹാത്മാരായ അമ്പിയാമൂർത്തികൾ നിയോഗിച്ചുകൊണ്ടായിരുന്നത്? ഏതെങ്കിലും ഒരാളെ കൈവശത്തിലപ്പാന്റെ ഒരു കിതാബിൽ കൊടുത്തയച്ചിട്ട് അതിന് കുറെ കോപ്പി പ്രചരിപ്പിച്ചാൽ പോലെ അതെന്താ? ഒരു നബി, ആ നബിയുടെ കൈവശത്തില് ഏതെങ്കിലും ഒരു നബി ആ നബിയുടെ കൈവശത്തില് ഒരു കോപ്പി, അവന്റെ കൽപ്പനകൾക്കുള്ള ഒരു കോപ്പി, ആ കോപ്പി കൊടുത്തയച്ചിട്ട് അതിനെ കുറെ അധികം കോപ്പികൾ ലോകത്തിൽ പ്രചരിപ്പിച്ചാൽ ആയില്ലേ? ഈ ലക്ഷക്കണക്കിലുള്ള മഹാത്മാരായ അമ്പിയാമൂർത്തികൾ അള്ളാഹുവിന്റെ മഹത്തുക്കൾ ആ മഹത്തുക്കളെ എന്തിനെ ഉപയോഗിച്ചു? കാരണം അതിന് വേണ്ടേ? അതിന് കാരണം വേണ്ടേ? ചിന്തിച്ചോക്കൂ. അതിന് കാരണം വേണ്ടേ? ചിന്തിച്ചോക്കൂ. അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അധികാരവും അടിത്തറയും അച്ഛയത് അമ്പിയാമൂർത്തികളെ അവരുടെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയും അധികാരം അവരെക്കുള്ള വിശ്വാസവും ഈമാനും അദ്ദേഹത്തിന്റെ യഥാർത്ഥ അടിത്തറ എങ്ങനെയാണ് അത്
ഇവരെല്ലാം തന്നെ വെറും ഒരേ മനുഷ്യൻ എന്ന നിലയ്ക്ക് തോമ എന്ന് വിശ്വസിക്കല്ല. പിന്നേറ്റ കഥയെന്താണ്? അബൂജാഹിൽ നബിസല്ലല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? അവനേക്കാൾ ഹൈവേ ഗൗരവമില്ല പല അറിയത്തിന് അറിയില്ല. ഇവനേക്കാൾ മഹാന്മാരായ ആളുകൾ പറഞ്ഞ് അവർക്ക് എന്തുകൊണ്ട് നൽകിയില്ല? അവർക്ക് നൽകിയിരുന്നെങ്കിൽ എത്ര എളുപ്പമുണ്ടായിരുന്നു. അവൻ ആർക്കെങ്കിലും നിയമത്തില്ല, ആ നിയമത്തിനെ സമ്മതിക്കുകയും ഭഗവത്ക്കുകയും ചെയ്യുമെന്നുള്ളത് നീന് എല്ലാവർക്കും ഒരേ ഇനത്തിൽ നിയമം ചെയ്തിരുന്ന ജീവൻ അതല്ല ജീവൻ. അതിൽ പറ്റുന്നവരിൽ അവർക്ക് നിയമം ചെയ്യും. അങ്ങനെ നിയമം ചെയ്താൽ അതിനെ മറ്റുള്ളവരുടെ ചുമതല അത് ഭഗവത്തനാണ്. അതൊരു അബോഹത്തിന്റെ വീടിന്റെ ആരംഭം മുതൽ ആദ്യം മുതൽക്കുകയും അവൻ ചെയ്യുന്ന പ്രവൃത്തിയും ആണത് മറ്റുള്ളവർ അവരെ വകവെക്കണം എന്നുള്ളതാണ് തത്വം. ഇസ്ലാമിന്റെ അടിത്തറയും സംസ്കാരവും ആണ്. ആ അടിത്തറയും മറ്റുള്ളവരും പാഠ വിഷയത്തുകൊണ്ട് ഒരു സംസ്കാര മനുഷ്യനെ കവിഞ്ഞ് ഒന്നും ഇന്നലെ സമർത്തി ഉണക്കജാതകത്തിന് പറയാൻ ധൈര്യപ്പെട്ട് ഈ ബന്ധുക്കൾ ആ ബന്ധുക്കളുടെ സ്ഥിതിയെന്താണ് ചെയ്തിട്ട് നോക്കും. ഇതിനെ സമസ്തകാല ജനങ്ങളുടെ പോയിട്ട് മറ്റേതെങ്കിലും സന്ദർഭത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് കഴിയില്ല. ഒരു കാലത്തും കഴിയില്ല. ഞങ്ങളവരെ ഒരു കാലത്തും നേരെ വിടുകയില്ല. മനുഷ്യനെങ്ങനെയോ ഉണ്ടാകുന്നത് ഒരുപോലെ മനുഷ്യനെ പോലെയാകുന്നതിന് എല്ലാ മനുഷ്യരും പോലെയാകുന്നതിന് മനുഷ്യന്മാർ പലതുമുണ്ട്. അവരില്ലാതെയും വാസനവരെ രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ കോഴിക്കാരിക്കുന്നത് എങ്ങനെയാണ്? വാസനയുടെ വിശ്വാസങ്ങളുണ്ട്. അറിയിപ്പോട്ട് ആ നിരക്ക് അപ്പോ അവന്റെ നിയമം അനുസരിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന നിയമം അതിനെ ആവശ്യമുള്ളവർ അതിന് പറ്റുന്നവരെ ആ മറ്റുള്ളവർക്ക് നിയമത്തിൽ ആ നിയമത്തിന് മറ്റുള്ളവരും ഭഗവത്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറയ്ക്ക് നേരെ വിരുദ്ധമായും കൊണ്ടാണ് ഈ പ്രഭാവം. നോക്ക അവർക്ക് ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യവുമാണ്. അടിത്തറയ്ക്ക് ഒരിക്കലും തന്നെ അത് ശരിയാകുന്നതും അല്ല. അമ്പിയാമത്ത് മഹാന്മാരായ അമ്പിയാമത്ത് അവരുടെ സ്വഭാവം, അവരുടെ ബോധം, അവരുടെ സ്മൃതം, അവർ ചെയ്യുന്നതെല്ലാം തന്നെ ആ മറ്റുള്ളവരുമായി വ്യത്യാസപ്പെട്ടുകൊള്ളട്ടെ. എന്തിനവരെ 40 കൊല്ലം അവരെ മറ്റുള്ള ജനങ്ങൾക്ക് പറ്റിയേ ആ 40 കൊല്ലം അവരെ ഇതിനെ വളർത്തുന്നത് വിമോചനം കൊടുക്കാൻ 40 കൊല്ലം വേണ്ടി വരും. 40 കൊല്ലം വളർന്ന ശേഷമാണ് അമ്പിയാമത്തുകൾക്ക് വിമോചനം നൽകുന്നത്. ആവശ്യം എന്തായിരുന്നു? അതിന്റെ ആവശ്യമെന്താ? ഇതെല്ലാം അമ്മാവന്റെ പ്രവൃത്തിയല്ലേ? ഒരാവശ്യം വളരെ വേണ്ടേ? ആലോചിക്കണോ? ആ നിലയ്ക്ക് അമ്മാവ അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ വ്യക്തികൾ മുഖമതികളായ മഹത്തുക്കൾ ആ മഹത്തുക്കളെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും അവർക്ക് നിയമത്തെടുക്കുകയും ഇതിന് അതിനെ മറ്റുള്ളവർ മതവിച്ചുകൊള്ളണമെന്നാണ് അവന്റെ നിയമം. മറ്റുള്ളവർ അതിന് മതവിച്ചുകൊള്ളണമെന്നാണ് നിയമം. ഇത് മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമല്ല. ആ നിലക്കല്ല അവർ പഠിച്ചത്. ആ നിലയ്ക്ക് അല്ല അവരുടെ നിലപാട്. ആരെയും നോക്കും. വളരെയധികം നമ്മൾ ചിന്തിക്കണം. അവരുടെ പൂക്കി എങ്ങോട്ടായിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടുള്ള അത് മാത്രം മതി. മതി മറ്റൊന്നും വേണ്ട. ന്യായം എളുപ്പത്തിലുള്ള ന്യായം. പക്ഷേ ഓരോ സുന്ദരമെന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിലുള്ള ഏത് കക്ഷി ആ കക്ഷിയെ സംബന്ധിച്ച് നാം ചിന്തിച്ചാൽ അവിടെ ഒക്കെ തന്നെ സുന്ദരത്തിൽ വേണ്ടാന്ന് പറയുന്നവരാളുമില്ല. സുന്നത്തും വേണ്ട എന്ന് പറയുന്ന ഒരൊറ്റ കക്ഷി മിർജാഹുലാം അഹമ്മദ് ഖാദിയാൻ അവൻ ആദ്യം തന്നെ ഉദ്ധരിക്കുന്നത് ഖുർആന്റെ വാക്യമാണ്.
അവൻ ഉദ്ധരിക്കുന്നത് ആദ്യം തന്നെ ധരിക്കുന്നത് ഖുർആന്റെ വാക്ക്. الذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. നിനക്ക് നൽകപ്പെട്ടത് മുമ്പ് നൽകപ്പെട്ടത് നിനക്കുന്നതിന്റെ മുമ്പുള്ളതും പറഞ്ഞാൽ പിന്നെ പറയേണ്ടത് അതിന് ശേഷമുള്ളവരാണ്. അതുകൊണ്ട് അതിന് ശേഷം നടക്കപ്പെട്ട എന്നാണ് അർത്ഥം. ഖുർആനിലെ ആലോചിക്കണം. മുബിൽ ആഖിറ ആദ്യത്തെ ആയത്തിന് എന്ന് പറഞ്ഞാൽ അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് പറയാൻ സാധ്യമാവില്ല. ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയും. ലോകത്തിലുള്ള മതങ്ങളുടെ ഉൾപ്പെടുത്തലിന്റെ അധികാരി കൈകടത്തിയിട്ട് അവര് യഥാർത്ഥത്തിൽ അവര് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് മതത്തിൽ തലയാറാക്കുന്നത്. പരിശുദ്ധ പ്രധാനപ്പെട്ട അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. എന്നതാണ് വാചകങ്ങളെ അതിൽ യഥാസ്ഥാനപ്പെട്ടവർക്ക് നിശ്ചയിച്ചു എന്നാണ് അവരെ പറ്റി അവലാനിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം അത് പരിപൂർണമായത് എന്തുകൊണ്ട് 23 കൊല്ലം അതിനാവശ്യമാണ്. പരിശുദ്ധ ഇസ്ലാം പരിപൂർണമാകാൻ വേണ്ടി 23 കൊല്ലം ആവശ്യമായി. ഈ 23 കൊല്ലം എന്തിനത് ആവശ്യമായത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അത് അതാത് സന്ദർഭത്തിൽ വാക്യങ്ങളും അറിയിക്കുന്നത് അതിന്റെ ജനസംഘപ്പ അതിന്റെ മഹാത്മത്തിലുള്ള മോശവും മഹാത്മാരായ ആ മഹാത്മത്തിലെ കൊണ്ട് എന്നിട്ട് അവരെ പഠിക്കുന്നതിന്റെ പ്രവൃത്തിയും പഠിപ്പിച്ചു. ആ നിലക്ക് മഹാന്മാരായ ആ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിൽ ഉള്ള അനുയായികൾ അവൻ പരിശുദ്ധ ഇസ്ലാമിനെ ഈ ക്രമത്തിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ജനക്കാർ അറിയുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ അവർ ഏത് ക്രമത്തിൽ മനസ്സിലാക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ജനക്കാർ ശരിയായ അങ്ങനെ അവരുടെ ആലോചിക്കാൻ അതാണ് സമസ്തകളുടെ നേതൃത്വത്തിൽ ആദ്യത്തെ നിലകൊള്ളുന്നത്. അവരിങ്ങനെ പ്രവർത്തിച്ചോ ഒരവസരത്തിൽ നിനക്കുള്ള പറയുന്നത് എന്റെ മുമ്പത്ത് 72 ഉള്ളുകൊണ്ടിനാരി ഒക്കെ നരകത്തിലെത്തും അവസാനം ഇത് അപാധികൾ കൊണ്ടുപോയി. അപ്പോൾ മഹാന്മാരായ സഹാബത്തെ ചോദിക്കുകയുണ്ടായി, അവർ ഈ ഒന്നെന്ന് പറയുന്നത്. അതിനെ പറഞ്ഞു, ഞാനും എന്റെ സഹാബത്തും ഏത് ക്രമത്തിൽ ആണോ അതേ നിലനിൽക്കുന്നത് വളരെയിട്ട് എന്തിനെ ഒന്നുകൊണ്ട് സഹാബത്തിനെ പറ്റി പറയുന്നത് ഈ ക്രമത്തിൽ ആണോ എന്താണ് ഉപദേശിച്ചത്? ആ ഉപദേശം നല്ലതാണ്. ഞാനും എന്റെ മഹാന്മാരായ സഹാബത്ത് ആ സഹാബത്തിൽ ചെയ്ത് മനസ്സിലാകുമോ അതേപോലെ നിലകൊള്ളുന്നവർ എന്ന്. അപ്പൊ മഹാന്മാരായ സഹാബത്ത് ആ സഹാബത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് നോക്കാൻ ആലോചിച്ച് നോക്കും. എന്തൊരു വിവരമില്ലായ്മയാണ്. والسابقون الأولون من المهاجرين والأنصار والذين تبعوهم رضي الله عنهم. മഹാന്മാരായ മുഹാജിറുകളും അൻസാറും ഇസ്ലാമിന്റെ ആദ്യത്തെ അനുയായികളായ മുഹാജിറുകളും അൻസാറും വല്ലദീന തബഊഹും അവരോട് പിൻപറ്റുന്നവർ, അവരോട് ഇഷ്ടമായി ചെയ്യുന്നവർ. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് എന്താണോ ഈ മഹാന്മാരായ സഹാബത്തിന്റെ ഒരു പരിശുദ്ധ ഇസ്ലാമിൽ മുസ്ലിം സാമ്രാജ്യത്തിൽ
എന്താണ് നടപ്പിലുണ്ടായിരുന്നത്? ഏത് കാര്യത്തിന് ഇതിനകമായി ആ കാര്യത്തിലുള്ള മഹാത്മാരായ സ്വാമികളും അംഗീകരിക്കുക ആ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന്റെ യഥാർത്ഥത്തിൽ ഞങ്ങൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ അവരെ ഇത് നിഷേധിക്കുന്നവരെ ഞങ്ങൾ വിടൂല. ഏത് മടക്കുന്നവരും ബഹുമാനപ്പെട്ട ഇസ്ലാം ബൈബിളിൽ പറഞ്ഞു ദൈവരാജ്യം ഇതാവരുന്നു. ദൈവരാജ്യം ഏതാണത്? അള്ളാഹുസ്ബഹാനഹുവതആലയുടെ നിയമങ്ങൾ അവന്റെ അഹ്കാമുകളും വിധികളും ആ വിധികൾ നടത്തി വരുന്ന പ്രദേശം രാജ്യം, ആ രാജ്യം ദൈവരാജ്യമായി. അതിനെ സംബന്ധിച്ചാണ് ബൈബിൾ നാം പറഞ്ഞത്. നോക്കൂ, ഇതിനോട് തന്നെ ഇതിന് വെച്ച് മുറിപ്പിക്കാൻ സാധ്യമല്ല. ഈ ജാതിയെ വെച്ച് മുറിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. എന്താണ് ഇതിന്റെ കഥ? മനുഷ്യനെ ദുർവ്യാഖ്യാനം ചെയ്തുകൂടാത്തത് എന്താണുള്ളത്? ഇവരെ നവാസിന്റെ മഹാന്മാരായ അയ്യത്ത് ഇമാമുകൾ അവരെന്താണ് ചെയ്തു എന്ന് കൂടി ജാഹിദികൾക്കറിയില്ല. തനിക്ക് പണ്ടും ജാഹിദാണ്. അവർ ചെയ്തതെന്താണ്? അതിനെ ഉൾക്കാടും മതത്തി വെച്ചിട്ട് അതിന്റെ ഗവേഷണം നടത്തി എന്നാണ് അറിഞ്ഞുകൊണ്ട് എല്ലാ മക്കൾക്ക് നടത്തിട്ട് പറയുമ്പോ ഇതാണ് അവർ എന്തൊരു ഉചിതമാണത്. പൊതുജനങ്ങൾ ജയിക്കുമെന്ന് ഇത് അവരെ ആക്ഷേപിക്കല്ല. ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ആക്ഷേപിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇസ്ലാമിന്റെ പേര് ഹസനത്തിന് ഒരുത്തൻ വന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, എങ്ങനെയാണ് മുഹമ്മദ് നീതിക്ക്? അതുകൊണ്ട് എന്തായില്ല മഹാന്മാരായ സഹാബത്ത് അവർക്ക് നേതൃത്വം മഹാനായ ആലിബിന് വേണ്ടിയിട്ട് നബിയെ അവനെ ബാക്കി വെക്കാൻ പാടില്ലാതെ അവനെ ബാക്കി വെക്കാതിരിക്കാൻ എന്തിനെ അതെയല്ല പൂർണ്ണ വഴിക്ക് വിട്ടോണ്ട് അവൻ പോകുന്ന സമയത്ത് അവന്റെ മുതുകിലേക്ക് രക്ഷകാലത്തിൽ നോക്കിയും കൊണ്ട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഇവന്റെ മുതുകിൽ നിന്ന് കുറെ എണ്ണം വരാതെ എന്ന് പറയുകയും നന്നാവില്ല എന്നുള്ള ഇന്നത്തെ കാണണം. ഐറ്റികളെ നന്നാക്കാനുണ്ടാവില്ല. നന്നാക്കാൻ ആരും വരക്കണ്ട. ഒഴിഞ്ഞിരുന്നിട്ടാൽ മതി. അതെ, അങ്ങനെയുള്ള ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ വിദേശത്ത് പറയില്ലോ. വിദേശത്ത് പറയുന്നത് ആദ്യം ഈ പണി തുടങ്ങിയത് അവനാണ്. ആദ്യം തന്നെ തുടങ്ങിയത് അവനാണ്. നോക്കൂ, നബിസല്ലല്ലാഹു അറിയില്ല എന്നോ ഞാനും എന്റെ സഹാബത്തും ഏത് ക്രമത്തിലാണോ അതേ നേരവും അവർ അസ്ഹാബി എന്ന കൂട്ടി. ഞാൻ മാത്രം എന്നല്ല, ഞാൻ എന്റെ സഹാബ് എന്തിനു കൂട്ടി? എന്തിനവർ അസ്ഹാബി എന്ന് പറഞ്ഞു? നോക്കൂ, സഹാബത്തിന്റെ അക്രമത്തിന്റെ മഹാന്മാരായ ആ സഹാബത്തിന്റെ പ്രവൃത്തി നോക്കിയിട്ട് ദീൻ പഠിച്ചുകൊള്ളണം എന്നൊക്കെ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. ഒത്തുമ മറ്റുള്ളവരെ അറിയണം. അപ്പോൾ കേട്ടത് വക്കീൽ കേട്ടു. അല്ല, അങ്ങനെയാണെങ്കിൽ ബാങ്ക് മലയാളത്തെ ആക്കണ്ടേ? ചെയ്യാതെ മോദി മുൻപുള്ള ഈ സമരം ഉണ്ടാക്കണ്ടേ? നോക്കൂ, അപ്പൊ ആ നിലയ്ക്ക് ഇന്നത് ചെയ്യാൻ ഇന്ന് പറയാം. വേദിയും നിൽക്കാതെ അല്ല, സ്വന്തം കൂടെ മനസ്സിൽ വരുന്നത് ആ തട്ടിവിടുക. ഇതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ഇരിക്കുകയെന്ന് ശരിക്കും നമ്മുടെ മനസ്സിലാക്കണ്ടോ? വെള്ളിയാഴ്ച മഹത്തായ ജുമയാണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധിക്കുകയാണ് രണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനുള്ള മഹത്തായ ഒരു കാര്യം ആണത്. അത് അന്ന് മുതൽക്ക് കാലം മുതൽ
അതിന്റെ ശേഷമുള്ള മഹാന്മാരായ ഔലിയാക്കൾ ആയിരിക്കും മഹാന്മാരായ മലന്മാർ. ആ മലന്മാരുടെ കാലത്തെല്ലാം തന്നെ അരബ് ഭാഷയിൽ ഓടി വന്നിരുന്ന മഹത്തായ സാധനം. ആ സാധനം എന്തിനെ അത് പറ്റില്ല. അതേ ഒരു പ്രസംഗമാണ്. അത് പ്രസംഗമാക്കി പ്രസംഗമാക്കി ജമാഹിറ്റുമായി പ്രസംഗമായി ജമാഹിറ്റുമായി ഒരിക്കല് പിന്നെ ഒരു മഹാബി എന്താണ് ഈ പെണ്ണുങ്ങൾക്ക് കുത്തുക കൂടിയത്? പെണ്ണുങ്ങളെ കുത്തുക ചെയ്യാൻ പിന്നാണ് ജമാഅത്ത് വരാത്തവരൊക്കെ വരുമല്ലോ. ശരിയാണ്, ജമാഅത്ത് വരാത്തവരുണ്ട് ഉണ്ടാവില്ല. ആ ജാതിയാണ് ഇതെന്ത് ജാതിയാണ്? ജാതി എന്താണെന്ന് ചിന്തിച്ചോട്ടെ. സമസ്തകളുടെ വ്യത്യസ്തമായ പ്രവൃത്തി, ആ പ്രവൃത്തി എത്ര മഹത്താണ്. സമസ്തകളുടെ ഹൃദയത്തിലുള്ള വിദ്യയിൽ ഇതിന്റെ സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ഇതാണ് മഹാന്മാരായ ആര്യങ്ങൾ, സൗന്ദര്യത്തിന്റെ മഹാന്മാരായ ആര്യങ്ങൾ, മഹാന്മാരായ പണിയെടുക്കാർ. അവർ രൂപം കൊടുത്ത ഈ സംഘടന അതിന്റെ മഹത്തായ വർഗത്തിൽ എന്നും എന്നും ചെറിയ നിരക്കുകളെ കൂടുന്നു. കണ്ടോ? ആലോചിക്കുമോ? മഹാന്മാരായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലെ ബഹുമാനപ്പെട്ട മഹത്തുക്കൾ ഔലിയാക്കൾ ആയിരിക്കും. അവരില്ലെങ്കിൽ പരിശുദ്ധ ദീൻ എത്രയാണ് നിലനിൽക്കുന്നത്? നിന്നെ കൊണ്ടൊക്കെ ദീൻ നിലനിർത്താൻ കഴിയും. നിന്നെ കൊണ്ട് നന്നെ കേട്ടവരെകൊണ്ട് ദീൻ നിലനിർത്താൻ കഴിയുമെങ്കിൽ അല്ലാഹു എന്തിനാണ് മഹാന്മാരായ അംബിയാ മുർസലികൾ, ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ മഹത്തുക്കളായ അംബിയാ മുർസലികൾ നിയോഗിച്ചെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ എന്ത് നിയോഗിച്ചു? എന്തായിരുന്നു അതിന്റെ ആവശ്യം? ആലോചിക്കുന്നത് വളരെ സൂക്ഷിച്ചോ. ആകെ തകർന്നു, വളരെ സൂക്ഷിച്ചു. ദീൻ എന്തുകൊണ്ട് നിലനിന്നു? പ്രധാനപ്പെട്ടവരായിട്ട് മഹാന്മാരായ മഹത്വങ്ങളായ അംബിയാ മുസ്ലിങ്ങൾ ഒന്നിന് ശേഷം ഒന്നായി നിലവിലെത്തുന്നു. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ശരിയത്തിൽ വെറും ഒരു ശരിയത്തിൽ ദീനെ മസ്ജിദ, ആ മസ്ജിദ പണിയതല്ല. മസ്ജിദ പോകാൻ പോരാ, അത് നടപ്പിൽ വരണം. അതിൽ ഈമാനും വിശ്വാസവും ഉണ്ടാകണം. അതിൽ ഈമാനും വിശ്വാസവും മസ്ജിദയിൽ ഉണ്ടാകണമെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം. അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമേ ദീനിന്റെ മറ്റ് കാര്യങ്ങൾ ആ കാര്യങ്ങൾ വേരൂന്നി പിടിക്കുകയുള്ളൂ. അതാണ് ഒരു യഥാർത്ഥ നില. അല്ലാഹുവിനെ സംബന്ധിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കി കൊടുത്ത്, അങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുത്ത ശേഷം മാത്രമേ പരിശുദ്ധ ദീൻ നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ ദീൻ നിലനിൽക്കില്ല. ഇവിടെ ഏത് സ്ഥലത്ത് എവിടെ നോക്കിയിരുന്നാലും ആ പ്രവൃത്തി അതേ നിലക്ക് തന്നെയാണ് അംബിയാ മുർസലികൾ ചെയ്ത പ്രവൃത്തി. അതാണ് അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്. അപ്പൊ ഈ നാക്കകൾ وقد شغلت أم الصبي الإسبي وألقى بكفيه الصبي استكانة من الجوع غيظا لا يمر ولا يحيي وليس لنا إلا إليك فرارنا وحينا فرارنا في سائل كله الله بالسميع في هذا വന്നുകൊണ്ട് മഹാന്മാരായ സഹാബത്ത് മുഖേന നബിയെ വളരെ കഷ്ടത്തിൽ ഞങ്ങൾ മഴയില്ലാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ ഞങ്ങൾ ആരോട് പറയാനാണ് നമ്മളോടല്ലാതെ. അതേ പറഞ്ഞപ്പോൾ ലഭിക്കുകയും കൈ നെൽപ്പോട്ടുകയും ചെയ്യുന്നുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറയുന്നു. മഴ ഖണ്ഡമായ മഴ അള്ളാഹു മനസ്സിലാക്കി. ആ തപസ്സിലുള്ള ജനങ്ങള്, ആ ജനങ്ങൾക്ക് ഈമാൻ എത്ര ശക്തിയായി ഈമാൻ അവർ എത്തിയിട്ടുണ്ടാക്കാൻ ചിന്തിച്ചു. എത്ര ശക്തിയിൽ ഈമാൻ ഉണ്ടാക്കാൻ ചിന്തിച്ചു. അതാണ്
മഹത്വപ്പെടും. അല്ലാഹുവിന് ശരിക്കും മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവനുമായി ബന്ധപ്പെട്ട മഹത്വങ്ങൾ, ആ മഹത്വങ്ങളെ കൈവശമാണ് ദീനി, അവരെ കൊണ്ട് നീ നിലനിർത്താൻ കഴിയൂ. അത് അന്നും ഇന്നും എന്നും ഒരേ ക്രമത്തിൽ ആണ് നിലകൊള്ളുന്നത് എന്ന് ശരിക്കും കുട്ടികളെ കേൾക്കും. അതിനാണ് നമുക്ക് വ്യക്തിഗതമായ നിലകൊള്ളുന്നത്. ആ ഒറ്റ കാര്യത്തിനാണ് അതാത്ത വഴിയെ കൊണ്ട് അത് സാധ്യമല്ലാവും. ആരോഗ്യം പോകണ്ട. ബഹുമാനപ്പെട്ട ഈ സമുദായത്തിലെ ഈ ഉമ്മത്തിലുള്ള എവിടെ നോക്കിയിരുന്നാലും എവിടെ ലക്ഷ്യോത്സവം ചെയ്താലും ആ തരത്തിലുള്ള മഹാത്മാരായ ഔലിയാക്കൾ ആയിരിക്കുന്നത് ദീനിന്റെ മഹാന്മാരായ നായകന്മാർ. ആ നായകന്മാർ മുഴുവനും തന്നെ ആയിരിക്കുന്നതാണ് ഔലിയാക്കളും. അമ്പിയാമൂലികളുടെ ആ സ്ഥാനത്ത് നിലവിലുള്ള വസ്തുക്കളാണ് ഇവരെ കൊണ്ട് ദീൻ നിലനിൽക്കുകയും ഇവരെ കൊണ്ട് ദീൻ തെളിയുള്ളൂ. ദീൻ തെളിയലാണ് പറയുന്നത്. ദീൻ നിലനിൽക്കുകയല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ വിഭാഗവും ആരാധനകളും അത് തകർക്കാം. ജുമ മഹത്തായ പരിശുദ്ധ ജുമ അത് ജയിക്കുകയാണ്. മുഖമല പ്രസംഗിക്കലാണ്. അങ്ങനെ മിമ്പറിന്റെ മേലത്ത് വരെ പ്രസവിക്കാം. 2 വർഷവും 1 വർഷവും പോരാ. അതിനാണ് ജാതി ബന്ധുക്കൾ. ആരെങ്കിലും നോക്ക്, ദീൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഈ ജാതിനെ ഞങ്ങളെ ബാധിക്കുന്നത് ജന്മത്തിലുള്ള കണ്ണുക ദീൻ നിലനിർത്തും. ദീൻ നിലനിർത്താതെ കഴിയില്ല. ഈ മഹത്വങ്ങളെ കൊണ്ടാണ് ദീൻ നിലനിർത്തുന്നത്. എന്നെ കൊണ്ട് അത്ര എന്നെ ഈ ദീൻ ധരിക്കുന്നതാണ്. മഹാന്മാരായ ക്രിയാക്കൾ ആയിരിക്കും. അവരെ നിന്ദിച്ചുകൊണ്ട് നിന്ദിച്ചാൽ എന്താകുമെന്ന് ചിന്തിച്ചു നോക്കണോ? ചിന്തിച്ചു നോക്കുകയും എവിടെ എത്തും തന്നെ ആ ബസറയിലുള്ളത് ആ റസൂല് പോലെ മാറ്റാം. കാരണം ലക്ഷണാധികം താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. എങ്ങനെ ഇംഗ്ലീഷ് അറിയാതെ ഈ ജാതി നമുക്ക് ലോകത്തെവിടെങ്കിലുണ്ടോ? ഇവിടെ ഇരിക്കുന്ന അവസാനിക്കാൻ പോകണ്ട. ആരും പോകണ്ടല്ലോ. ഇവരുടെ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഒരു വൈകാത്താണ് അത് ഞങ്ങളോട് കൂടാണ്. എന്താണിത് കഥ? ഇതെന്താണ് കഥ? വൈകായി ആയിരിക്കുന്നത് ബാങ്കിന്റെ ഈ പതുക്കെ അങ്ങനെ ഉപയോഗിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. ഉണ്ടോ? നല്ല പുരാണത്തിനും വേണ്ടാമല്ല ഒരാളും ആരോടുന്നത് വേണ്ടാന്ന് കഴിഞ്ഞാൽ ആരോടുണ്ട്. അതുപോലെ 5 പ്രാവശ്യം ദിവസം 5 പ്രാവശ്യം നമുക്ക് അത് രണ്ട് പറയുന്നത് ഇഹുദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ ജന്മത്തിന്റെ 2 മഹത്വങ്ങൾ, ആ മഹത്വങ്ങൾ നടന്ന വഴി, ആ വഴിക്ക് എന്റെ വഴിയാണോ? അവരെ മനസ്സിലാക്കുകയും അവർ നടന്ന വഴിയെ അറിയുകയും ചെയ്യുന്നെങ്കിൽ ആ ദൂരഭാഗത്ത് പറഞ്ഞ എന്താകും? അതാണ് ഒരാഴ്ച مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين أنبياء الشهداء الصديقين والصالحين سورة النساء الله الأعظم. ഇതൊക്കെ നീ എന്ത് ചെയ്യാൻ നീ എന്ത് ചെയ്യുന്നത് ആലോചിച്ചു കേട്ടോ. അപ്പൊ ഈ നിലക്കുള്ള ഈ ദിശ ഓണത്തിന് ഇത് വേണ്ട. ഇത് കേരളത്തിൽ ഒതുക്കിയത് നമുക്ക് വേറെ വിജയത്തിൽ മാത്രം അതിന് മാത്രമേ അച്ഛനുണ്ട്, മറ്റുള്ള അച്ഛനുണ്ടാവും. മറ്റുള്ള വേറെ കണ്ടതാവുന്നത് അത് മഹാന്മാരായ നാട്ടുകാരായ ബഹുമാനപ്പെട്ട മഹത്തുക്കളായ കാര്യങ്ങൾ ആയിരിക്കും.
അവർ നേതൃത്വം നൽകിയതുകൊണ്ട് ആ പ്രവൃത്തിയായി കാരണവേ നമുക്കെതിരെ മാത്രം അതേ മാർഗത്തിൽ തന്നെ നിറവേറ്റിക്കൊണ്ടിരിക്കുക. നല്ലോണം സൂക്ഷിക്കാം. മഹാന്മാരായ ബഹുമാനപ്പെട്ട മഹാന്മാരായ അവരുടെ മറപ്പെട്ടാതെ കൊണ്ടുപോകുന്നത് ഈ ആദ്യം മഹത്വമല്ല. ആ മറപ്പെട്ടാതെ മറപ്പെട്ടുകൊണ്ടാണ് ഈ ജനങ്ങളുടെ ഹൃദയം നമുക്കെല്ലാവരുടെ ആലോചിക്കണം. പണ്ടുപോലെ നെല്ലാമാരി ആയിരുന്നു പഠിപ്പിച്ചു. അന്ന് നെല്ലാമാരുടെ അരിയെ പഠിക്കുന്ന കുട്ടികൾ ആ മധ്യവരും പഠിക്കും. അവർക്ക് വലിയ പേടിയ ആ കുട്ടികൾ. എനിക്ക് ശരിക്കറിയാൻ പോകണം. ആ നിലക്കുള്ള ആ വ്യവസ്ഥ പിന്നെ ഉണ്ടാവും. അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സമസ്തകാല വിജയത്തിലുള്ള ഉന്നതമായിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസത്തോടെ എടുക്കുന്നതായ കണ്ടെത്തും. അതിന് മഹത്തായ മാറ്റങ്ങൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് ഈ സമ്മേളനത്തിന്റെ മഹത്തായ വിജയം, ആ വിജയത്തിനുള്ള യഥാർത്ഥ കാരണം ആരാം നൽകുക നമ്മുടെ മാനസികമുള്ള ആഗ്രഹങ്ങൾ ആണ് മഹാന്മാരായ സാധ്യതകളാണ്. അവർ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ആ ബോധത്തിന്റെ ഫലമായി ലക്ഷക്കണക്കിന് എന്ന ആളുകൾ അവരിവിടെ വന്നു ചേരാൻ യഥാർത്ഥത്തിലുള്ള കാരണം അവരാണ്. ആ നിലക്കുള്ള സ്വാരസ്യങ്ങളായ മറ്റ് രാജകീയങ്ങളാണെങ്കിൽ സമർത്ഥകളിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അവരെ ഒരിക്കലും നോക്കുകയും അതിന് എനിക്ക് പ്രത്യേകം കണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ ആലോചിക്കുന്നുണ്ട്. ആ നിലക്കുള്ള മഹത്വം ഈ സംഘടന ആ സംഘടന നമ്മളുടെ ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കില്ല. ദീനുണ്ടെങ്കിൽ അതുണ്ട്. ദീൻ ഇവിടെ ഉണ്ടാകാണെങ്കിൽ സമസ്തകളുമായി കൂടാത്ത കാര്യമാണ്. ആ കാര്യത്തിൽ സംശയമേയില്ല. ആ നിലക്കുള്ള മഹത്തായ കാര്യം ഇല്ലെങ്കിൽ ദീനുണ്ടാവുകയോ ദീനുണ്ടാവുന്നവരാ എന്റെ മാറ്റിലുണ്ടെങ്കിൽ പത്രത്തിലൊന്നും ദീൻ നിൽക്കില്ല. ഞാനോ കുടിക്കോ നീ മനസ്സിലാക്കുന്നതാവില്ലേ? എന്റെ മാസത്തിൽ വന്ന വന്നാകത്തിൽ ദീനുണ്ടോ നീനുണ്ടാവണമെങ്കിൽ അമ്പിയാമാത്രങ്ങൾ ദീനകുലത്തിൽ ദീൻ നിലത്തിൽ അമ്പിയാക്കൾക്ക് മത്സരം മഹാന്മാരായ ഔദ്യാക്കൾ അവർക്ക് അതേ സ്ഥാനത്ത് കയറാനും ബഹുമാനപ്പെട്ട അതിലേക്ക് ആ ഒന്ന് രണ്ട് സംഭവം ഞാൻ പറഞ്ഞ മാറ്റങ്ങളിലേക്ക് ചിന്തിച്ചോണ്ട് അതിന്റെ ശേഷം അവരെ മനസ്സിൽ ധൈര്യപ്പെടും. ഞാൻ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ ധൈര്യപ്പെടുക ചിന്തിച്ചോണ്ട് ധൈര്യപ്പെടില്ല. ഇന്നും ഇതിന്റെ മരിക്കുന്നവർക്ക് ഇന്നും ധൈര്യപ്പെടുന്ന അവിടെ പോകാതിരിക്കാം. അവിടെ പോയി വിദ്യാർത്ഥിക്കാൻ ധൈര്യപ്പെടുക. ആ നിലക്കുള്ള ഈ ദീനിലെ ഇരിക്കുന്നയാക്കണ്ട, ദീനിലെ ഭക്ഷണമാക്കി ചേർക്കണ്ട. ഈ കാര്യത്ത് ഇവരെല്ലാം തന്നെ ആദ്യം ജമാഅത്ത് ജനാബത്ത് ഇസ്ലാമിലും മുപ്പതേ ജാതിയല്ല, ഒരൊറ്റ ജാതി തന്നെയാണ്. അതൊക്കെ പുരോഗമനം ചെയ്യുന്നത് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. വേറെ ഒരു കള്ളജാതിയുണ്ട്, ഒരു കള്ളജാതി. ആ കള്ളജാതിയിൽ ഞങ്ങൾ ഈ നേരം ഇല്ല. ആ ഏതാ കള്ളജാതി കള്ള ചെയ്യത്തില്ല. കള്ളശേഖരം ആ ഒരൊറ്റ കള്ളശേഖരയും നേരിടുന്നില്ല. നല്ലോണ്ട് എന്താ കള്ളത്തോട് ഭാഗമുണ്ട് ഭാഗം എന്താണെന്ന് നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുക. അള്ളാഹ്ക്കിന്റെ നമസ്കാരത്തില ആയില്ലോ ഭാഗമായി അള്ളാഹ്ക്കല്ലേ ആണ്ട അള്ളാഹ് എന്റെ നിസ്കാരം ശരിയായി ആരംഭിക്കുന്നു. ഈ നിലക്ക് വായുവിലുള്ള എല്ലാം തന്നെ തോന്നിയാലും
ആ സൂര്യാസം പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ എന്നൊക്കെ അവിടെ പിന്നെന്താ ഈ ഒട്ടാകം നിങ്ങളുടെ കയ്യിൽ നിസ്കാരം ഉണ്ടാവില്ല, സാധനമില്ല, പിന്നെന്താ നിൽക്കും അങ്ങനെ തേന നിൽക്കുന്നത്. അതിനൊരു നിൽക്കല് അരക്ക് പിടിക്കൽ എന്താണ്ടത് ഇതിനൊന്നും നേരെ വിട്ടാൻ പറ്റില്ല. നേരെ വിട്ടാൽ നീ പറ്റില്ലാന്ന് വരാം. ശരിയല്ലാണ് എന്താണ് തെളിയപ്പെട്ട സാഹചര്യങ്ങള് അവരെന്താ ചെയ്തു കുട്ടിയുടെ കഴിഞ്ഞാൽ സദാശയോടെ എന്താ ചെയ്തു കുട്ടിയോട് അവര് പരിശുദ്ധ ദീൻ ആ ദീന്റെ ഉയർത്താൻ വേണ്ടി അമ്മോ മഹാനപ്പെട്ടവരായതിന്റെ മഹത്വം ആ മഹത്വം ശരിക്കും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് ദീന്റെ ഉയർത്തയായ യഥാർത്ഥമായ ചെയ്തത് അത് അതിനെല്ലാം തന്നെ അവിടെ സൂക്ഷിച്ചുകൊണ്ടുണ്ട്. മാത്രം മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് ഈ മര്യാദ സൂക്ഷിച്ചുകൊണ്ടുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ ഉള്ള തെളിയപ്പെട്ടല്ല, വിജയത്തിൽ ഉള്ള വിഷയത്തിലല്ല തനിച്ച വെള്ളത്തിലാണ്. എന്താ അവിടെ അദ്വൈത സിദ്ധാന്തം, അദ്വൈതം അങ്ങനെയും അല്ലാത്തവൻ രണ്ടല്ല, ഒന്ന് തന്നെ. അങ്ങനെയും ഇവനും ഒന്നല്ല. ഒരർത്ഥത്തില് അള്ളാഹ് പറഞ്ഞോ, മറ്റൊരർത്ഥത്തിലെ മത്സ്യന്റെ പറഞ്ഞോ, ചുരുക്കത്തിൽ അള്ളാഹ് അനുസരിച്ചു വളരെ കൂടി ആ ജാതി കർമ്മ ചെയ്യണ്ട. ആ ജീവനല്ല ഒരിക്കലും തന്നെ പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അതാണ് ചിന്തിക്കുന്നതല്ല. ഇസ്ലാം സൂചനകളിൽ പരിശുദ്ധ ഖുർആൻ അതിന്റെ ആദ്യത്തിൽ തന്നെ തുടങ്ങുന്നത് വിശ്വസിക്കുന്നു. ഇത് വൈകാണത് അമ്പയുടെ സിദ്ധാന്തം വൈകാറില്ല. ഓരോരോ സേവന്മാർക്കുള്ള സേവന്മാര് അവരുടെ ആയിട്ടമയാൻ തന്നെ ശ്രീനാരായണ ഒരു വിശ്വാസത്തിന്റെ തത്വം കേട്ടോ. യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിന്റെ തത്വവും അതല്ല. അതൊന്നും സ്വീകരിച്ചമാരുടെ യഥാർത്ഥത്തില് അവര് ശ്രീനാരായണ ഗുരു എന്നെ ജീവനുണ്ടായിരുന്നു. അയാൾ ഒരു കഷ്ടമാണ്. പക്ഷേ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കുറ്റം തന്നെ ആ ജാതി ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഒരു ജാതി നിഷേധം. ആ ജാതിക്കുള്ള സുഹൃത്തന്മാരും നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയെ ആ നാട്ടിൽ പിന്നെ കണ്ടിട്ടില്ല. ആ ജാതി നിഷേധം വളരെ സൂക്ഷിച്ചോ വളരെയധികം സൂക്ഷിച്ചു. എന്റെ പ്രത്യേകം നടത്തുകയാണ്. ഈ ജാതിയെല്ലാം തന്നെ ഇതിനെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അത് കൈകാളണമെങ്കിലും അതിനനുസരിച്ച് നേരിടണമെങ്കിലും സമസ്തകളുടെ ജനീയത്തിലെ മൊഴിക്ക് മറ്റൊരു ഒരു കക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള ദൃഷ്ടിയാണ് വളരെയധികം നിങ്ങൾക്ക് നമ്മളുടെ സന്താനങ്ങൾ ഭാവി വളരുന്ന സന്താനത്തിൽ ആ സന്താനങ്ങളെ ഈ നിരത്തിൽ ദീനിന്റെ അധ്യാനത്തിൽ വളർത്തണമെങ്കിൽ സമസ്തകളുടെ സാധ്യമാകൂ. ആലോചിക്കാൻ ദീനിന്റെ അടിസ്ഥാനത്തിൽ ഭാവി തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ ആരുടെ സാധ്യമാകും സമസ്തകളിൽ നമുക്കെല്ലാം സാധ്യമാകുക ആവില്ല. അതിനുള്ള ഉപകരണങ്ങൾ സമസ്തകളുടെ വിഷയത്തിൽപ്പെടുക. അതിനുവേണ്ടി എത്രയോ പണം ചെലവ് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് ഊർജ്ജം ചെലവ് ചെയ്തുകൊണ്ട് ഏറ്റവും മഹത്തായ മുഅല്ലിം സമൂഹത്തെയും പറഞ്ഞിരിക്കുന്നു. ഈ സമ്മേളന സമൂഹം ഇതിന്റെ വിജയത്തിന്റെ മുഴുവൻ വികാരവും മുഴുവൻ കാലം മുഴുവൻ ഈ നമ്മളുടെ ആഞ്ജലികൾ ആഞ്ജലികളാണ് നോക്കുമ്പോൾ അങ്ങേ അറ്റം നാം അവരെ കുതിക്കുന്നതായിരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് സമുദായത്തെ ദീനിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരും. അത് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ശരിക്കും അത് സമസ്തകാലം എന്നേക്കും വിലമല്ല. വേറെ ഒരു കക്ഷിക്കും അത് സാധ്യമാവില്ല എന്നുള്ളത് പരമാർത്ഥമാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഇതാണ് സമസ്തകാലം എന്നേക്കും വിലമാണ്.
ഇവിടെ ഉള്ള ശാസ്ത്രം അല്ല. ഇവിടെ ജീവന്റെ നിരക്കുള്ള കിതാബ് നിലവിൽ പഴയ കാലം മുതൽക്ക് ഇവിടെ നടത്തിയിട്ടുള്ള ബന്ധത്തിൽ ആ ദീനിന്റെ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അത് അതേ തരത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ദീൻ നിൽക്കൂ, നിലനിൽക്കൂ. അതാണ് ഭാഗം. പഴയ കാലം മുതൽക്ക് ഉള്ള മഹാന്മാരായ ആയിരിക്കും ഏറ്റവും വലിയ മഹാന്മാരായ സാഹിത്യങ്ങൾ പട്ടക്കാരായ ബഹുമാനപ്പെട്ട സംഭവങ്ങൾ സഹതികളായ വസ്തുക്കൾ എങ്ങനെ നടക്കുന്നത് അതല്ല. പട്ടക്കാരായ ബഹുമാനപ്പെട്ട മഹത്തുക്കൾ ഇവനെ ഈ ലോകത്തിൽ കേരളത്തിൽ ഇവനെ നാം ഒന്നും തന്നെ പകരേറുകാരല്ല. ഈ രാജ്യത്തിനൊക്കെയുള്ള ഇവരെ സമൂഹങ്ങൾ, ഇതര ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ജനങ്ങൾ, ആ ജനങ്ങൾ മുസ്ലിം സമുദായത്തെ എന്നും ബഹുമാനിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് കഴിഞ്ഞ കാലത്തിലൊക്കെ ഉള്ളതാണ്. ഈ സമുദായത്തെ ബഹുമാനിച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ആ മതത്തെ സാധിക്കും. കാരണം എന്താണ്? കാരണം മുസ്ലിം സമൂഹത്തിൽ ഉള്ള ദീനെ അള്ളാഹുവിന്റെ പേരിൽ ദീനെ അതായത് യഥാർത്ഥത്തിൽ ഇന്ന് മലയാളി പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുസ്ലിംകൾക്ക് ഇസ്ലാം വേണ്ടാണെന്ന് വെച്ചാൽ മുസ്ലിംകൾക്ക് ബാധക വസ്തുത ആ കൊടുക്കുമ്പോൾ ആ നാട്ടിൽ മുസ്ലിമുണ്ടെങ്കിൽ പട്ടണത്തിനാണ് ശരിയായി കുറയുന്നത്. ശരിയായാലും വരുന്നു അത് എത്ര മതമാണ്, എത്ര കത്തിക്കാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇതിന്റെ നോക്കുന്നത് നമ്മൾ സമസ്തകളെ എല്ലാത്തിനുള്ള സമസ്ത യൂപ്പിയിൽ പോയിട്ട് ആ മുസ്ലിമുകളിൽ സമസ്തയിലാക്കണം എന്ന് പറയുകയുണ്ട്. കേരളത്തിൽ നടക്കും ഒരു പള്ളി, ആ പള്ളിയുടെ ഒരു ഓല, ആ ഓലയുടെ ഒരു കഷ്ടം അത് കത്തിച്ചിട്ട് യാതൊരു പടകം നേരെയായിക്കൊള്ളട്ടെ എന്ന് അറിയിപ്പാണ്. അതിന് വേണ്ടി അത് കൊടുക്കാതെ കണ്ട് നാട്ടുപ്ലാതാവ് കരുതുന്നുണ്ട്. ഇത് എന്ത് വശമാണ്? ആലോചിച്ച് ദീനിന്റെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റുണ്ടാവും. അതാണ് അതിന്റെ സുഖം. സംഘടിച്ചുകൊണ്ട് യോജിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു സമുദായത്തിന്റെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവർ അത് ആശ്രയിക്കണം. അതിന് വേണ്ടിയിട്ട് വേറെ ഉത്താശിക്കുമ്പോൾ അതായത് പറഞ്ഞ കാര്യത്തിൽ നേട്ടം അത് നമുക്കില്ല. ഉള്ള നേതൃത്വം നശിപ്പിക്കാനാണ് നോക്കുന്നത്. ഉള്ള നേതൃത്വം നേട്ടം ഉള്ള അച്ചടക്കം ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ ആ കാര്യങ്ങൾ എന്നുള്ള പരമാർത്ഥം ഞാൻ നിങ്ങളെ മുമ്പിൽ ഒരു സംഘടനയോ ആ രൂപത്തിൽ നിശ്ചയിക്കുന്നതായ നമുക്ക് കണ്ടെത്താൻ ഒരു നേതൃത്വം ആ നേതൃത്വത്തിന്റെ അച്ചടക്കത്തോടുകൂടി നാം നിലകൊള്ളണം എന്ന് മാത്രം നോക്കത്തിനാൽ ഇവിടെ ധാരാളം ആളുകളും എല്ലാം തന്നെ ഇവിടെ സംസാരിക്കാൻ എല്ലാം തന്നെ നിങ്ങളത് വേണ്ടപോലെ പ്രവർത്തിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നത് തനിക്കാരെന്നാണ് ശ്രമിക്കുക. മരിക്കുണ്ടായ രാജസംവിധായ എന്റെ ബന്ധുക്ക് ആ വീട്ടിലെ നിലത്ത് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധുക്കള പരിശുദ്ധ ഇസ്ലാമിന്റെ ബന്ധുക്കളാക്കി വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ ശക്തി ഏത് വിധത്തിലുള്ള സംഘടനാ ശക്തിയായിരുന്നാലും ആ ശക്തിയെ നിലനിർത്തിക്കണം കൊണ്ടുവരാൻ
മരിക്കുന്ന യാതൊരുവിധായ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് പലരും പല ആളുകളും പല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കത്തായിട്ടുണ്ട്, കളഞ്ഞിട്ടുണ്ട്. മരിക്കുന്നതായ രാഷ്ട്രീയ തമ്പുരാനെ ഈ രക്ഷപ്പെടുത്തുന്നുള്ള ജനങ്ങൾ ആ ജനങ്ങളുടെ മുന്നാമലിച്ചിട്ട് എന്നോട് ആഗ്രഹിക്കുകയാണ്, എന്നോട് പറയുകയാണ്, അപേക്ഷിക്കുകയാണ്. ആ നിലക്കുള്ള എല്ലാ വ്യക്തികളും നീ വളരെ എളുപ്പത്തിൽ നിന്റെ മഹാന്മാരായ ആര്യകള് മസായത്തികള് അവരെ മറുപറ്റുകൊണ്ട് നീ ഹാസിലാവാത്ത തമ്പുരാനെ ഞങ്ങളുടെ ഭർഗന്മാശക്തി നീ ഒരിക്കലും തന്നെ പകർന്നു പോകാതെ കണ്ട് വ്യക്തി കർമ്മം തമ്പുരാ അവരുടെ മഹാസിലായ മരിക്കുണ്ടന്മാരായ രാജസുവിധായ തമ്പുരാനെ നല്ല പരിശുദ്ധ ഗുരുവിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളാണ് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ മതാശികളുമായി ഇവരെ വളരെ ചെറുപ്പത്തിൽ തന്നെ മഹർത്തുകളെ വെച്ചുകൊണ്ട് അതിന് വേണ്ടി പ്രവർത്തനം നടത്തുന്നു. ഇവരെ തമ്മിൽ തിരുവനന്തപുരമാണ് ഞങ്ങൾക്ക് കുട്ടികളെല്ലാം നല്ലതാണ്. അതിന് വേണ്ടി ഉത്സാഹിക്കുന്നവരെ നടത്തുന്നവർ അതിലേക്ക് അവരെ ഞങ്ങളെയും അവരെയും സാധിക്കുന്ന കൂട്ടത്തെയും കൊടുക്കുന്നവരാണ്. കൂടുതൽ ഉത്സാഹിക്കാൻ അവർക്ക് കൈപ്പിടിക്കുന്നവരാണ്. يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പണ്ഡിത വിഹായത്തിലെ പ്രോജ്വല താരവും സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകനായ പടനായകനും 4 പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഖ്യ കാര്യദർശിയുമായിരുന്ന ശൈഖുനാ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ